നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോ കണ്ടു. എന്ത് പടമാണ്, ചുമ്മാ കുറെ വയലൻസും കഥയില്ല, ഒന്നുമില്ല. ഇതൊക്കെ പടവാ. ഇങ്ങനൊക്കെ പറയുന്നവരുണ്ടല്ലോ, ഓടിച്ചിട്ട് ചില സമയത്ത് ചില സിനിമകൾക്കൊക്കെ ഭയങ്കര ഹൈപ്പ് വരും. പിന്നെ ഭയങ്കര പ്രൊമോഷൻസ് ഉണ്ടാവും. പിന്നെ അതിന്റെ പോസ്റ്റേഴ്സ് ഇറങ്ങും, ടീസറൊക്കെ അടിപൊളിയായിരിക്കും. അവസാനം പടം വരുമ്പോൾ ഒരു കാശിന് കൊള്ളത്തില്ലായിരിക്കും. പക്ഷേ മാർക്കോയുടെ കാര്യത്തിൽ അത് നേരെ ഓപ്പോസിറ്റാണ്. എന്താണോ ആ ടീസർ, അതോടൊപ്പം തന്നെ എന്താണോ ആ ഒരു പ്രൊമോഷൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായത്, അതിനൊക്കെ 100% നീതി പുലർത്തിയ ഒരു കിടിലൻ ആക്ഷൻ വയലന്റിക് ബ്രൂട്ടൽ സ്ലാഷർ സിനിമ. അതാണ് മാർക്കോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം ആക്ഷനോ അല്ലെങ്കിൽ ഇത്രയും ആക്ഷനുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വയലൻസ്, അത് ബ്രൂട്ടൽ വയലൻസ് ഉള്ള സിനിമ ഞാൻ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല. അടുത്തെങ്ങല്ല, ഞാൻ ഇന്ത്യൻ സിനിമയെ കണ്ടിട്ടില്ല. 'കില്ല്' എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ ആനിമൽ നോക്കിക്കഴിഞ്ഞാൽ ആനിമലിനകത്ത് വയലൻസും ഉണ്ട്. പക്ഷേ ഈ രീതിയിലൊരു ബ്രൂട്ടാലിറ്റി ഞാൻ ആനിമലിലും കണ്ടില്ല. പക്ഷേ ഇതൊരു കിടിലൻ ബ്രൂട്ടൽ വയലന്റിക് മൂവിയാണ്. ഇതിനകത്തില് കുറെ കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്. ഒന്ന്, ഇതിലെ ആക്ഷൻ കൊറിയോഗ്രാഫി ഗംഭീരം. ഗംഭീരം എന്ന് വെച്ചാല് ഗംഭീരം. കലൈ കിങ്സ്റ്റൺ എന്നാണ് ആ ആക്ഷൻ കൊറിയോഗ്രാഫറിന്റെ പേര്. ഒരു വേറെ ലെവലിലാണ് അവര് എടുത്തു വച്ചിരിക്കുന്നത്. ആ ടുവേർഡ്സ് ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അതിഗംഭീരമാണ്. എനിക്ക് തോന്നുന്നു മേ ബി ഹോളിവുഡ് സിനിമയുമായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം. ആ രീതിയിലാണ് അവര് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതിലെ പല നമ്മൾ കണ്ടിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ്. വേറെ ഹോളിവുഡിലൊക്കെ കണ്ടിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അത്ര നല്ല രീതിയിൽ അവരതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനേക്കാളിലും ഉപരിയായിട്ട് എടുത്ത് പറയേണ്ട ഒരാൾ പറഞ്ഞാൽ ഉണ്ണിമുകുന്ദനാണ്. കാരണം ഉണ്ണിമുകുന്ദൻ അത്രയധികം ഡെഡിക്കേറ്റ്ലി ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെ ഓരോ ആക്ഷൻ രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈവൻ ദോ അതേ ആ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന രീതി തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി എത്രത്തോളം ആ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ പുള്ളി തന്നെയാണ് വൺ ഓഫ് ദി പ്രൊഡ്യൂസർ. പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ പ്രൊഡ്യൂസറിനും ഒരു വലിയൊരു താങ്ക്സ്. കാര്യം ഇതുപോലൊരു ഒരു ഒരു ബ്രൂട്ടൽ വയലൻസ് സിനിമ ഒരാൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, വേറൊന്നും നോക്കാണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. കാര്യം ഇതിന്റെ സീൻസ്, വയലന്റിക് സീൻസ് ഒക്കെ ആക്ച്വലി മലയാളത്തിലെ ഒരു ഓഡിയൻസിനൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു സിനിമ വരുമ്പോൾ അതിന് 100,000 നെഗറ്റീവ് റിവ്യൂസ് പറയാൻ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ചാനൽ ചർച്ചകൾ നടത്താനും അതിനെതിരെ പറയാനും ഒരുപാട് ആൾക്കാർ വരും. അപ്പം ഇതിനും അങ്ങനെ ചാനൽ ചർച്ചകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. സിനിമയുടെ ക്ലൈമാക്സ്, ടുവേഴ്സ് ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന ബ്രൂട്ടാലിറ്റി ഒരു നല്ലൊരു എക്സ്ട്രീം ലെവലാണ്. നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ്. ഞാൻ ഇത്രയും ബ്രൂട്ടാലിറ്റി ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആഹ് പിന്നെ അതിന്റെ സിനിമാറ്റോഗ്രാഫിയും നല്ലപോലെ വന്നിട്ടുണ്ട്. അതിന്റെ എഡിറ്റിംഗ്, ഷമീർ മുഹമ്മദിന്റെയാണ് എഡിറ്റിംഗ് ഭയങ്കര ക്രിസ്പായിരുന്നു. കാര്യം സിനിമ എങ്ങും ലാഗടിപ്പിക്കാതെ സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, ആ രീതി തന്നെ ആ ഒരു കറക്റ്റ് ഇത് പെർഫെക്റ്റ്‌ലി അത് കമ്പോസ് ചെയ്ത് ആണ് പുള്ളി അത് റിതമെറ്റിക് ആയിട്ടാണ് ആ ഒരു മൊത്തം സീക്വൻസുകൾ പോകുന്നത്. ആഹ് എങ്ങും നമുക്കൊരു ഡൾ മൂവ്മെന്റ് ഉണ്ടാകും. ഡൾ മൂവ്മെന്റ്സ് എനിക്ക് ഇടയ്ക്ക് എപ്പോഴോ തോന്നി ചിലപ്പോൾ ഇനി ഇത് ഡള്ളായി പോകുമോ? ഒരു ഒരു എന്താ പറയുക, ആ ഒരു സീനൊക്കെ മേ ബി ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സിനകത്ത് തന്നെ തീർത്ത് വിട്ടത്. കാര്യം അവർക്ക് തന്നെ അറിയാം ആ സീൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഫ്ലോ ബ്രേക്കർ ആയിട്ട് വരുന്ന ചെറിയൊരു സംഭവം മാത്രമായിരുന്നത്. പിന്നെ സിനിമയെ പറ്റി ടോട്ടാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരുപാടൊന്നും അത്ര ഇതായില്ല. കാര്യം ഫസ്റ്റ് ഹാഫ് ഓക്കെ, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. ടുവേർഡ്സ് ഇന്റർവലാണ് സിനിമയുടെ യഥാർത്ഥ ഒരു പേസ് സ്റ്റാർട്ട് ആവുന്നത്. സിനിമയുടെ ഒരു പുതിയൊരു നരേറ്റീവ് ആക്ച്വലി ടുവേർഡ്സ് ഇന്റർവലാണ് ഇത് സ്റ്റാർട്ട് ആവുക. അതിന് മുമ്പ് വരെയുള്ള പല സീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സീനുകളും വലിയ സംഭവങ്ങളായിട്ടും നമുക്ക് തോന്നത്തില്ല. ഓക്കെ, അപ്പോൾ അത് തന്നെ കണ്ടിരുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് വലിയ ബ്രൂട്ടാലിറ്റിയും വയലൻസ് ഒന്നും ഇല്ല എന്ന് തോന്നി. പക്ഷേ അത് ഗ്രാജുവലി പ്രോഗ്രസ് ആയി. ആ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും അത് പ്രോഗ്രസ് ആയി ടുവേർഡ്സ് ക്ലൈമാക്സ് എക്സ്ട്രീം പീക്ക് ലെവലിലോട്ട് ആക്ഷനും വയലൻസും എല്ലാം അങ്ങ് മാറും. ക്ലൈമാക്സിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ലാപ്പടിക്കാനുള്ള സീൻസും ഒരുപാട് കാര്യങ്ങൾ ടുവേർഡ്സ് ക്ലൈമാക്സിലുണ്ട്. ഈവൻ പിന്നെ അതിലൊക്കെ ഒരുപാട് നല്ല പഞ്ച് ലൈൻസ് ഉണ്ട്, വൺ ലൈൻസ് ഉണ്ട്. ഉണ്ണിമുകുന്ദന് വേണ്ടി എഴുതിയിട്ടുള്ള കുറച്ച് പഞ്ച് ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ, പിന്നെ ജഗദീഷ് ചേട്ടൻ, പിന്നെ സിദ്ദിഖ്, ഇവരൊക്കെ അഭിനയം നല്ലപോലെ വന്നിട്ടുണ്ട്. പിന്നെ വില്ലന്മാരായിട്ട് വന്നവരും എല്ലാവരും നല്ലൊരു രീതി തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. കാര്യം നമ്മൾ നോക്കിയാൽ ഒരു ഹീറോയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന വില്ലന്മാരാണ്. അല്ലെങ്കിൽ അവരെക്കാൾ കുറച്ചുകൂടെ ഹീറോയെക്കാൾ കുറച്ചുകൂടെ മുമ്പിട്ട് നിൽക്കുന്ന വില്ലനാണ്. അതൊക്കെയാണ് സിനിമയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇതിന് കഴിഞ്ഞ ആഴ്ച അല്ലെന്നെ മുമ്പത്തെ ആഴ്ച ഇറങ്ങിയ പുഷ്പയുടെ മെയിൻ പ്രശ്നം വന്നത്, എനിക്ക് തോന്നിയ പ്രശ്നം, അതിന്റകത്തൊരു പുഷ്പരാജ് എന്ന് പറഞ്ഞ ആളുടെ കീഴിലാണ് എല്ലാവരും. അയാളെ മുമ്പോട്ട് എതിർത്ത് നിൽക്കാൻ ഒറ്റ മനുഷ്യന്മാരില്ല. പക്ഷേ ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാല് മാർക്കോ എന്ന ആള്
വീണ് പോകുന്ന സീനുകളുണ്ട്. പുള്ളിക്ക് തിരിച്ചടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സീനുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോഴാണ് ആ കോൺഫ്ലിക്റ്റ് ബിൽഡ് ആവുമ്പോഴാണ് ഒരു സിനിമ സക്സസ് ആവുന്നത്. മലയാള സിനിമ എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുള്ളത് ഇംഗ്ലീഷ് ഡയലോഗുകളൊക്കെ വില്ലന്മാര് പറയും ഭയങ്കര കോമഡി ആയിട്ട് പലതവണ ഉണ്ടായിട്ട് ഉണ്ട്. ആ രീതിയിലാണ് സംഭവിക്കാറുള്ളത്. കാര്യം ഇംഗ്ലീഷ് ഡയലോഗുകളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇരേച്ച് കേട്ട് തോന്നും. പക്ഷേ ഇതിന്റകത്തൊരു ഇതില് ഇംഗ്ലീഷ് ഡയലോഗ്സ് ഒക്കെ ഭയങ്കര രസമാണ്. അതായത് എല്ലാം കറക്റ്റ് ആപ്റ്റാണ്. നല്ല പ്രോപ്പറായിട്ടാണ് അവര് പറയുന്നത്. നമുക്കൊരിക്കലും ഒരു അരോചകം തോന്നത്തില്ല. അതൊരു ജഗദീഷ് ചേട്ടൻ പറയുന്ന കുറെ ഇംഗ്ലീഷ് ഡയലോഗുകളൊക്കെയാണ്. അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് അതിന്റെ ഡിക്ഷനും കാര്യങ്ങളൊക്കെ. അതിനകത്ത് എങ്ങും ഒരു ഏച്ച് കേട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഇതിന് ഒരു ഇംഗ്ലീഷ് ഡയലോഗ് പറയാൻ വേണ്ടി പറയുന്നു ആ രീതിയിലൊരു ഫീലൊന്നും വരത്തില്ല. ആ രീതിയിലൊക്കെ പെർഫെക്റ്റ് ആണ്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ചിത്രം. ഇതിനകത്തൊരു സ്പെഷ്യൽ മെൻഷൻ ഉള്ളത് ഡിഫൻഡറിനാണ്. ലാൻഡ് റോവർ. എവിടെ നോക്കിയാലും ഡിഫൻഡർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അരോചകമൊന്നുമല്ല. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഡിഫൻഡർ അതുപോലെ തന്നെ ജി ജി വാഗൺ യെസ്. ഈ 2 വണ്ടികളും നമുക്ക് എപ്പഴും എല്ലാ ഫ്രെയിമിലും കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കൊരു ചെറിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാല് വിഎഫ്എക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാമെന്ന് എനിക്ക് തോന്നി. അത് മാത്രമേ ഉള്ളൂ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. ഇപ്പൊ അത് കുറച്ചുകൂടെയൊക്കെ ഒന്നൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നൂടെ ആക്കാം. ഒന്നൂടെ പെർഫെക്ഷനോട് എത്തിക്കാമെന്ന് എനിക്ക് തോന്നി. അതിന്റെ വിഎഫ്എക്സ് സൈഡ്. കാരണം ബ്ലഡ് പോകുന്നു, ബോംബ് ബ്ലാസ്റ്റ് സീനുകളൊക്കെ ഒന്നൂടെ ഒന്ന് വൃത്തിക്ക് ചെയ്യാമായിരുന്നു തോന്നി. ഓവറോൾ പറഞ്ഞാ എനിക്കൊരുപാട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ലൊരു ആക്ഷൻ സീക്വൻസും നല്ലൊരു ആക്ഷൻ വയലന്റ് മൂവിയാണ്. പിന്നെ ഇവിടുത്തെ നല്ലൊരു അടിപൊളി തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അവന്മാര് ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റില് ഒരു എൻഡ് പോർഷൻ ഉണ്ട്. ഏറ്റവും ക്രെഡിറ്റ്സ് കഴിയുമ്പോൾ ഒരു പോർഷൻ വരുന്നുണ്ട്. അത് തുടക്കം കുറച്ച് കാണിച്ചിട്ട് അവന്മാരത് ഓഫ് ആക്കി. അതുകൊണ്ട് എൻ്റെ ക്ലൈമാക്സ് മീൻസ് എൻഡ് ക്രെഡിറ്റ് ഞാന് ടെയിൽ എൻഡ് ആക്ച്വലി ഞാൻ കണ്ടില്ല. കാണാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. നല്ല സൗണ്ടൊക്കെ ഉള്ള തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനിത് കേരളത്തിലല്ല കണ്ടത്. കേരളത്തിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഓഡിയൻസിന്റെ വൈബിനോടൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരുപാട് ക്ലാപ്പിംഗ് മൂവ്മെന്റ്സും എല്ലാം ഉള്ളൊരു കിടിലൻ ഒരു പരിപാടിയാണ്. അപ്പോൾ ഗൈസ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ മാർക്കോയുടെ റിവ്യൂ എന്ന് പറഞ്ഞ് അത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വിസിറ്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളും സിനിമ റെക്കമെൻഡേഷൻസും മൂവി റിവ്യൂസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ. നന്ദി. നമസ്കാരം.